ഇടത് വലത് പാർട്ടികളിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് അത് ആ, രാജ്യതലത്തിൽ തന്നെ ജനാധിപത്യ സ്വഭാവമുള്ള മതേതരത്വ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണെന്ന് മുമ്പേ തന്നെ അവകാശപ്പെടുന്നതാണ്. അത് ഏതാണ്ടൊക്കെ ശരിയുമാണ്. മറ്റ് പാർട്ടികളിൽ ഉള്ളതുപോലെ ഒരു ഉൾപാർട്ടി പോര് അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഇതൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നന്നേ കുറവാണ്. ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, തുലനം ചെയ്ത് നോക്കുമ്പോൾ അത് നന്നേ കുറവാണ്. പലതിനും മാതൃകയാണ് മുസ്ലിം ലീഗ്. വലതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴൊക്കെ രണ്ടാമൻ ഒരിക്കൽ CH മുഹമ്മദ് കോയയായിരുന്നു ലീഗിന്റെ വലത് മന്ത്രിസഭയിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അങ്ങനെ ഒട്ടനവധി ചരിത്ര നേട്ടങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ ഒരു കക്ഷി. ഇപ്പോൾ ഈ പറയുന്നത് വേറൊന്നുമല്ല, കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന MK മുനീർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതെ വയ്യ. മുനീറിന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ CH മുഹമ്മദ് കോയ താമസിച്ച കോഴിക്കോട് നടക്കാവിലുള്ള ക്രസന്റ് ഹൗസ് ഒരു കാലത്ത് രാഷ്ട്രീയപരമായി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വീടായിരുന്നു. വായ്പാ തിരിച്ചടവ് വിഷയത്തിൽ ആ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഇക്കുറി മുനീർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുമില്ല. ആരോഗ്യ കാരണങ്ങളാൽ മുനീർ തന്നെ മത്സരിക്കാനില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. അതിനിടയിലാണ് മുനീറിന്റെ കുടുംബ വീടിന്റെ ജപ്തി അറിയിപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവ് മുനീറിന്റെ ആ വീട്, CH താമസിക്കുന്ന വീട് ജപ്തി ചെയ്യില്ലെന്ന് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ച് 31-നകം ബാങ്ക് വായ്പാ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കാമെന്ന് മുനീറിന്റെ കുടുംബം ഉറപ്പ് നൽകിയതായാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. എന്തായാലും ഈ ലോൺ ബാധ്യത മുസ്ലിം ലീഗിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ മുതിരാതെ മുനീർ കാട്ടിയത് വലിയൊരു മാതൃകയാണ്. വീടിന്റെ ജപ്തി തന്റെ വ്യക്തിപരമായ കാര്യം ആണെന്നും അത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ സഹായം തേടാറുണ്ടെന്നുമാണ് MK മുനീർ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയത്. അല്ലാതെ മുൻ മുഖ്യമന്ത്രി CHന്റെ വീട് അത് പാർട്ടി ഏറ്റെടുക്കണം എന്നൊന്നും പറഞ്ഞ് മുനീർ സമ്മർദ്ദത്തിലൊന്നും പോയില്ല. വീട് നവീകരണത്തിനായി ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുനീർ 35 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ അത് പലിശയടക്കം 58 ലക്ഷം രൂപയായി. ഒരു തവണ ബാങ്ക് വായ്പ പുതുക്കി നൽകി. അതിനുശേഷം ഒരിക്കൽ പോലും തിരിച്ചടവ് ഉണ്ടാകാൻ സാധിച്ചില്ല. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ്, MLA, സംസ്ഥാനത്തെ മന്ത്രി, ഇതൊക്കെയായിരുന്നു മുനീർ. ആ മുനീർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വീട് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് വായ്പ എടുത്തത്. അത് വിചാരിച്ചതുപോലെ തിരിച്ചടച്ച് തീർക്കാൻ പറ്റിയില്ല. പ്രതീക്ഷിച്ച രീതിയിൽ സാമ്പത്തികം ഉണ്ടായില്ല. ജാഫർ ഖാൻ കോളനിയിലെ ഒരു വീട് വിറ്റ് ഒരു ഭാഗം അടച്ചു തീർത്തു. ബാങ്ക് പരമാവധി സമയം നീട്ടു. ഇനി വിൽക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റു മാർഗങ്ങൾ നോക്കണം. ആരെയും ദ്രോഹിച്ചിട്ടില്ല, എന്തെങ്കിലും മാർഗമുണ്ടാകും. വ്യക്തിപരമായ കാര്യങ്ങളിൽ പാർട്ടിയുടെ സഹായം ചോദിക്കാറില്ല. നേതൃത്വം വിളിച്ചിരുന്നു. ഓരോ വ്യക്തികളുടെയും ബാധ്യത പാർട്ടി ഏറ്റെടുക്കാൻ വന്നാൽ അത് ശരിയാകില്ല എന്ന് മുനീർ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിരവധി തവണ ബാങ്ക് നോട്ടീസ് അയച്ചിരുന്നു. നിലവിൽ വായ്പ അടയ്ക്കാൻ മുനീറിന്റെ കുടുംബം സന്നദ്ധ അറിയിച്ചതോടെ വിഷയം അവിടെ തീരുമെന്ന് ഉറപ്പാണ്. ഇതോടെയാണ് കുടിശ്ശിക 49 ലക്ഷമാക്കി കുറച്ചതും ആ തുക മാർച്ച് 31-നകം അടച്ചു തീർക്കണമെന്ന് ബാങ്ക് മുനീറിന്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. എന്തായാലും ഈ ഒരു കാര്യത്തിലും CH മുഹമ്മദ് കോയയുടെ അടുത്ത തലമുറക്കാർ, ആ കുടുംബം മാതൃക കാട്ടിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനോട്. ആ വീടിന്റെ ബാധ്യത പാർട്ടിയുടെ തലയിൽ കൊണ്ട് അടിച്ചേൽപ്പിച്ചു.